ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ തലവേദനയെന്ന് സംശയിക്കുന്ന ലക്ഷണങ്ങളാണ് ബ്രെയിൻ ട്യൂമറിനെ കൂടുതൽ അപകടകാരി ആക്കുന്നത്. ട്യൂമറുകളിൽ കൂടുതൽ അപകടകാരിയും അതുതന്നെ. തലച്ചോറിന്റെ ഏതു ഭാഗത്തെയും ബാധിക്കാവുന്ന ക്യാൻസർ എന്ന് ഇതിനെ പറയാം. കോശങ്ങൾ പടർന്ന് പെരുകുന്നത് തന്നെയാണ് ഇതിന്റെയും ലക്ഷണം. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് മാറ്റാമെന്നത് ഈ രോഗം തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. സഹിക്കാൻ കഴിയാത്ത തലവേദന തന്നെയാണ് ബ്രെയിൻ ട്യൂമറിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. ഈ വേദന ചിലപ്പോൾ കണ്ണുകൾക്ക് ചുറ്റിലേക്കും ഇറങ്ങും. പലപ്പോഴും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും കഴിയാത്ത വിധത്തിലുള്ള അസ്വസ്ഥത ബ്രെയിൻ ട്യൂമറിന് ഉണ്ടാകും. ചിലർക്ക് വെളിച്ചത്തോട് അസ്വസ്ഥത ഉണ്ടാകും. ലൈറ്റ് ഫോബിയ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത്. കണ്ണുകളിലേക്ക് വെളിച്ചം തുളച്ചിറങ്ങുന്നതായി അനുഭവപ്പെടും. ചിലർക്ക് പെട്ടെന്ന് മൂഡ് മാറ്റം ഉണ്ടായേക്കാം. ഈ രോഗമുള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് സാധാരണ രീതിയിൽ നിന്നും തികച്ചും വിഭിന്നമായി സംസാരിക്കുവാനും പെരുമാറുവാനും തുടങ്ങും. എന്നാൽ ഇതേക്കുറിച്ച് ഇവർ ബോധവാന്മാർ ആയിരിക്കില്ല. ഓർമ്മ നഷ്ടപ്പെടുക, ചെറിയ കണക്കുകൾ വരെ കൂട്ടാൻ കഴിയാതിരിക്കുക, പെട്ടെന്ന് സ്ഥലകാലബോധം നഷ്ടപ്പെടുക എന്നതും ബ്രെയിൻ ട്യൂമർ ലക്ഷണങ്ങൾ തന്നെയാണ്. ചിലർക്ക് തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വരെ തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഈ രോഗമുള്ള ചിലർക്കെങ്കിലും മനം പിരട്ടൽ, ഛർദി തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ട്. വിശപ്പില്ലായ്മ, വായിൽ ലോഹച്ചുവ അനുഭവപ്പെടുക എന്നിവയും ചില രോഗികളിലെങ്കിലും പരാതിപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പൂർണ്ണമായും മാറ്റാവുന്ന രോഗമാണ് ഇത്. എന്നാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നതാണ് ഈ രോഗത്തെ കൂടുതൽ ഭീകരമാക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.